വളരെ എളുപ്പമാണ്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വിവരം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ധൃതരാഷ്ട്രത്തിൽ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. നമ്മളെപ്പോലെ തന്നെ ഭാഗവതം കേട്ടാലുള്ള സിനിമ ഉണ്ടായിരുന്നുള്ള മുമ്പ് ഉറങ്ങിപ്പോകും. അപ്പോൾ അതേപോലെ അദ്ദേഹം ചിലപ്പോൾ നോക്കാൻ തോന്നും, എന്നാലും വീണ്ടും പറയും. അപ്പോഴും ധൃതരാഷ്ട്രത്തിൽ ചോദിക്കും, എന്തിനെ വീണ്ടും പറഞ്ഞത്, ഒന്നുകൂടി കേട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എത്രയോ കാലം ധർമ്മോപദേശം പറഞ്ഞു കൊടുത്തു. ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച്, കാലത്തിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും വിരക്തി വന്നില്ല. തൻ്റെ മക്കളെ തന്നെ ഓർത്തുകൊണ്ട് അവരുടെ ഉന്നമനം തന്നെ കാക്ഷിച്ചുകൊണ്ടിരുന്നു. അവസാനം എന്തായി, വിതുരൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മക്കളെല്ലാം നശിച്ചു, എല്ലാം നശിച്ചു കിട്ടും. ഇപ്പം ആരുണ്ടെന്ന് ചോദിച്ചാൽ പാണ്ഡവന്മാരുടെ കൂടെ ഭീമാപവർജിതം പിണ്ഡം മാതത്തെ ഗൃഹപാലകർ. ഭാഗവതത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് കണ്ടത്. എങ്ങനെയാണോ ആ പിണ്ഡം കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നായിന് ആഹാരം കൊടുക്കുന്നത് പോലെ എന്നാണ്. അപ്പോൾ അതേപോലെ ഭീമൻ ഉരുട്ടിക്കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് സുഖാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം അന്യൻ്റെ തടവിൽ ഒരിക്കലും കഴിയാനിടയാവുന്നതാണ്. നമുക്ക് തരുന്ന നല്ല മെസ്സേജാണ് ഭാഗവതത്തിലെ. ആദ്യമായിക്കോട്ടെ, മക്കളുടെ കീഴിൽ പോലും ഒരു കാലം കഴിഞ്ഞാൽ കഴിയരുതെന്നാണ്. നമ്മൾ ഇറങ്ങി പോകണം. ഇല്ലെങ്കിൽ എന്ത് കാലം അവർക്ക് അവസ്ഥ വരും അല്ലേ. കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അവസ്ഥ തോന്നില്ല. ഇതൊന്ന് പോയെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോകായിരുന്നു. ഇപ്പോൾ വയസ്സായ അച്ഛനമ്മ ഇരിക്കുമ്പോൾ അവിടെ പോകാനും ഇവിടെയൊക്കെ പോകാൻ കിട്ടുമെന്നൊരു ചിന്ത വരും. അപ്പോൾ അതിന് ഇടയുണ്ടാക്കരുതെന്നാണ് പറയുക. അതൊക്കെ അതിന് സജ്ജനങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് ഇവിടെയും ആ ഒരിക്കലും വിട്ടുപോകാത്ത ആ ദൃഢമായിരുന്ന സ്നേഹബന്ധം, മാതാബന്ധം, അതിനെ ഇതിലെ ഇന്ത്യയിൽ മുറിച്ചു കളഞ്ഞു. സ്നേഹപാശം ഇന്നും ചിന്തി നേരത്തെ കുണ്ടി മാതാവ് പറഞ്ഞു. ഇനി കാണാൻ നമുക്ക് ഭാഗവതത്തിൽ പലയിടത്തും ഈ സ്നേഹപാശത്തിനെ മുറിക്കണം എന്ന് വളരെ ഭംഗിയായിട്ട് പറയും. കാരണം നമുക്ക് ഏറ്റവും ദോഷമുണ്ടാക്കുന്നത് ഈ മമതയാണ്. എന്തുണ്ടായെന്ന് വെച്ചാൽ ആ വിവരൻ തിരിച്ചു വന്ന് നല്ല ഹിതോപദേശങ്ങൾ, മൂർച്ചയേറിയ വാളുകൊണ്ട് എങ്ങനെയാണോ വെട്ടി മുറിക്കുന്നത് അതേപോലെ അസംഖ്യ ശസ്ത്രം കൊണ്ട് വെട്ടി മുറിച്ച് രണ്ടുപേരെയും ഭീമാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഹിമാലയ പക്ഷത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ ലോകത്തിലേക്ക് അട്ടിമാറ്റി. ഇതാണ് സത്സംഗത്തിൻ്റെ മഹിമയാണ്. നമുക്ക് ഭാഗവതം 13-ാമത്തെ അധ്യായത്തിൽ, ആദ്യത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരാം. സത്സംഗം ഒരാളെ എത്ര പെട്ടെന്നാണ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിക്കാമെന്ന് കാണിച്ചു തരികയാണ്. പിന്നീടാണ് 2 അധ്യായം കൊണ്ട് 14-15 2 അധ്യായം കൊണ്ട് പാണ്ഡവന്മാരുടെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞു. ഭഗവാൻ തൻ്റെ സ്വരൂപം ഉപേക്ഷിച്ചു. 125 വർഷം പൂർത്തിയാക്കി തൻ്റെ സ്വരൂപം ഉപേക്ഷിച്ചു എന്ന് അർജുനനിൽ നിന്ന് അറിഞ്ഞതായിരിക്കുന്ന ധർമ്മോദ്ധാരികൾക്ക് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല എന്നാണ്. എപ്പോഴാണ് നമ്മൾ ഈ ശരീരമൊക്കെ വിട്ടു പോകണമെന്ന് തോന്നുന്നത്? എപ്പോൾ നമുക്ക് ഈശ്വരനെ ധരിക്കാൻ പറ്റാതെ ഉണ്ടാവണം. അതേപോലെ പോലും ഇരിക്കാൻ പറ്റാതെ കാലത്തിന് ഇന്നത്തെ അറിയില്ല, കണ്ണ് കാണില്ല, ചൂട് കേൾക്കില്ല, നാല് കുഴഞ്ഞു പോവുക അല്ലേ. അപ്പോൾ ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് വേണം? അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് വരാം, ഇവിടത്തേക്ക് വരാം, നമ്മൾ തിരിക്കാൻ, കണ്ണ് കാണാം, ചൂട് കേൾക്കാം അല്ലേ. ഈ സമയത്ത് വേണ്ട മാതിരി ഇന്ദ്രിയങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും അത് പണി മുടക്കി വരാം. ഇന്നലെ കണ്ട പോലെയല്ല ഇന്ന് കാണുന്നത്. ഇന്ന് കണ്ണട ഒന്നുകൂടെ കുറച്ച് വെച്ചാലും കാണാൻ പറ്റുന്നില്ല. ഇന്നലെ കേട്ടതുപോലെ ഇന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ഇന്നലത്തെ പോലെ ഓർമ്മ നമുക്ക് ഇന്ന് ഇല്ലാതിട്ടുണ്ടാവുന്നു. ഓരോ ദിവസവും ഇതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. എങ്ങനെയാണ് വോൾട്ടേജ് പോകുന്നത് അതേപോലെ വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് ഈ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തിൻ്റെ കുഴപ്പമാണോ? അതല്ല, ഈ ശരീരം വിടർന്നതാണ്. അതിന് കൊഴിഞ്ഞു പോകണം. ആ കൊഴിഞ്ഞു പോകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് അതിന് ബോധം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നടക്കാനും ഇരിക്കാനും വായിക്കാനും ഒക്കെ സാധിക്കുന്ന സമയത്ത് എന്ത് വേണം? ഈശ്വരനെ പഠിക്കണം. അത് മൂക്കിക്കൂടെ കായിക്കൂടെ ആസൂരിക്കൂടെയൊക്കെ മൂക്കിത്തോട്ട് കിടക്കുന്ന സമയത്ത് ഭാഗങ്ങളൊക്കെ വായിക്കാൻ കേൾക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. പറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? അതാണ് മാധവന്മാരുടെ കണക്ക്. അവരെന്ത് ചെയ്തു? സദാ ഭഗവാൻ
ഭഗവാനിലേക്ക് തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം നയിച്ചു. എന്തെല്ലാം പ്രയാസങ്ങൾ വരുമ്പോഴും ഇവിടെ ആ അർജുനൻ 14-15 അധ്യായത്തിൽ പറഞ്ഞു, നർമാനുദാരവികസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുനാ സഖേ കുരുനന്ദനേതി സങ്കൽപ്പിതാനി നരദേവ വൃഷുത്വാനി സ്വക്തും ഗൃഹന്തി. എത്ര ഭംഗിയായിട്ടാണ് അർജുനൻ പറഞ്ഞത്. എപ്പോഴും ഭഗവാൻ ഇങ്ങനെ വിളിക്കും, ഹേ അർജുനാ സഖേ കുരുനന്ദനായി സങ്കൽപ്പിതാനി നരദേവ സൃശാനി സ്മക്തും ലടന്തി ഹൃദയം മമ മാധവസ്യ. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ വിളിക്കണം. ആ വിളി ഇങ്ങനെ ചെറുക്കുകൾ വളർന്നു നിന്നാണ്. എപ്പോഴും നമുക്ക് ആ ചിന്ത ഉണ്ടാവും, ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ട്, എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഭഗവാൻ വിചാരിക്കണം. അപ്പോഴാണ് നമുക്ക് വിരാഗം ഉണ്ടാവുക. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന ഈ നശ്വരമായിരിക്കുന്ന വസ്തുക്കളോടൊക്കെ നമുക്ക് എന്ത് വേണം? വിരാഗം വരണം. അല്ലേ? അതാണ് ഭാഗവത മാഹാത്മ്യത്തിൽ ഒരമ്മയും രണ്ട് മക്കളെയും പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഭക്തിജ്ഞാന വിരാഗങ്ങളാണ്. ഈ കൃപത ഇത് കഴിക്കാൻ മതിയെന്നാണ്. രാമായണത്തിന്റെ ലക്ഷ്യം എന്താണ്? കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. പറഞ്ഞല്ലേ അധ്യാത്മരാമായണം തുടങ്ങാൻ പോകും. അടുത്ത മാസം കല്ലറ കൂട്ടാൻ പോവാം. അപ്പോൾ എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് മാത്രം വിടിയില്ല. കാരണം എന്താണെന്നറിയോ? ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കാമനാശനൻ ഉമാവല്ലഭൻ. കാമനാശനമാണ് രാമായണത്തിന്റെ ലക്ഷ്യം. അല്ലേ? അപ്പൊ അവിടെ എവിടെയും നമുക്ക് ഈ കാമത്തിനെ കാണാം. കാമമില്ലാതെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. അത് താടകയാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ കയ്യേരിയാണെങ്കിലും കൊള്ളാം, അതാണെങ്കിലും അങ്ങേയറ്റം ആ രാവണനെ വരെ കാമം ബാധിച്ചിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ കാമം കളയാനാണ് രാമായണം എങ്കിൽ ഭാഗവതം എന്തിനാണ്? ഭക്തിജ്ഞാന വിരാഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാമം പോയാലേ ഇതുണ്ടാവും. അപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അത് നേടിയതായിരിക്കുന്ന പാണ്ഡവന്മാര് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ കണ്ടവര് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി എന്ന് പറയുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഭഗവാൻ 12-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ രക്ഷിച്ചതായിരിക്കുന്ന പരീക്ഷിത്ത് എന്ന ഉണ്ണിയുടെ കഥ വന്നത്. എന്തിനാണ് ഭഗവാൻ ഒരു ഉണ്ണിയെ രക്ഷിച്ചത്? ഉണ്ണിയെ മാത്രമല്ല, അപ്പൊ നമ്മളെ രക്ഷിക്കുന്നില്ലേ? നിങ്ങൾ 3 പേര് എത്ര ഭംഗിയായിട്ട് വായിക്കുന്നത് വലിയ സന്തോഷം തോന്നും. അടിപൊളിയായിട്ട് വായിക്കണം. അപ്പോൾ ഇത് വായിക്കാൻ ആരുടെ അനുഗ്രഹം അറിയോ? ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ കാണില്ലേ ഓരോ കുട്ടികളെ മിണ്ടാൻ പറ്റാതെ കൊണ്ട്, കേൾക്കാൻ പറ്റാതെ കൊണ്ട്, കണ്ണ് കാണാൻ വയ്യാതെ കൊണ്ട്, കൈകാലുകളൊക്കെ വളഞ്ഞും ഒഴിഞ്ഞും ഒക്കെ പല തരത്തിലുള്ള ആളുകൾ അല്ലേ, ജന്മനാ രോഗികളായിട്ട് വരുന്ന കുട്ടികൾ ഒക്കെ നമ്മളെന്നും ഓരോ വീഡിയോ കാണില്ലേ, കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊരു ഭാഗ്യം ചെയ്യും, അമ്മയുടെ മുമ്പിൽ ഇരുന്ന് അവരോട് വായിക്കാൻ പറ്റും. മഹാഭാഗ്യം കിട്ടിയില്ലേ? ഓരോ സജ്ജനങ്ങൾ വന്നു പോയാൽ പുസ്തകമാണ് ഇവിടെ. അവിടെ ഇരുന്ന് കൊണ്ട് നമുക്കും ഭാഗവതം വായിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ അന്ന് ഭഗവാൻ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാഗവതം വായിക്കാൻ കേൾക്കാനുള്ളതാണ് എന്ന് അന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഭഗവാൻ. ആ ഭാഗം കൊണ്ടാണ്, ആ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ 2025 ഈ ജൂൺ മാസത്തിൽ പെരുമഴയ്ക്ക് നമുക്ക് ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നതിനർത്ഥം. അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. വളരെ കാര്യമല്ലേ, എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇവിടെ പരീക്ഷിച്ചതിനെയും ഭഗവാൻ രക്ഷിച്ചത് എന്തിനാണ്? ഭാഗവതം കേൾക്കാൻ ഇപ്പം അധികാരിയാണ് ഉണ്ണിയെ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആ ഉണ്ണിയെ രക്ഷിച്ചു. ആ ഉണ്ണിക്ക് ഇപ്പം എന്തായി? പാണ്ഡവന്മാരെല്ലാം സ്വർഗാരോഹണം ചെയ്തപ്പോൾ മഹാഭാഗവത സഖാസഹ എന്ന് 16-ാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ പറഞ്ഞു. ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് മഹാഭാഗവത സഖാസഹ. എന്താണെന്ന് വെച്ചാൽ എന്താണ് വേണ്ടത്? തഥ പരീക്ഷിച്ചവരുടെ ശിക്ഷയാ മഹാഭാഗവത സഖാസഹ. മഹിയെ പരിപാലിച്ചതാണ്. മഹി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിയെ അല്ലേ, അല്ലാണ്ട് ഭാരതത്തിനെ പരിപാലിച്ചതല്ല. ഏതെങ്കിലും ഒരു രാജാവിൻ്റെ ചക്രവർത്തി ആയിരുന്നില്ല. ഈ ഭൂമിയെ മുഴുവൻ പരിപാലിക്കുന്ന ചക്രവർത്തിയാണെങ്കിലും അദ്ദേഹം അന്വേഷിച്ച് നടന്നത് എവിടെയാണ്? എൻ്റെ ഭഗവാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അങ്കുഷ്ടമാത്രമംഗലം പുരടമൗലിനം. ആ മനോഹരമായിരിക്കുന്ന അതീക്ഷ ദർശനം ശ്യാമം, ശ്യാമസുന്ദരമായിരിക്കുന്ന ആ രൂപത്തിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടു. ഒരു തള്ളവെള്ളിൻ്റെ വലിപ്പത്തിൽ ആ ഉണ്ണിക്കണ്ണൻ എവിടെയാണെന്ന് അന്വേഷിച്ചുള്ള യാത്രയാണ് അദ്ദേഹം. അങ്ങനെ നടന്ന് അദ്ദേഹം
എത്രയോ യാഗങ്ങളൊക്കെ നടത്തി ഇവിടെ പറഞ്ഞു. സകലേടത്തും അദ്ദേഹം സഞ്ചരിക്കുമ്പോഴും എവിടെ ചെല്ലുമ്പോഴും കൃഷ്ണ മഹാത്മ്യ സൂചകം ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടും ആനന്ദിച്ചുകൊണ്ടും ഭദ്രാശ്വം കേതുമാലം ഉത്തരാൻ കുരുന്ന് കിംപുരുഷാദീനി വക്ഷാണി വിദിത്യ ജഗൃഹേ ബലി തത്വശൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം പരിയമാനം തേഷാം കൃഷ്ണമാഹാത്മ്യസൂചകം. ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങൾ ഭദ്രാശ്വം, കേതുമാലം, ഭാരതം, ഉത്തരം, കുരു, അതുപോലെ കിംപുരുഷം മുതലായിട്ടുള്ള വർഷങ്ങളിലൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു. എവിടെയും കൃഷ്ണ മഹാത്മ്യസൂചകമായിരിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അവസാനം അദ്ദേഹം ഭാരതഭൂമിയിൽ വന്നപ്പോഴാണ് അവിടെ ഒരു കാഴ്ച കണ്ടത്. ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളയും അതേപോലെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പയ്യനെയും കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണമാണ് പിന്നെ പറയുന്നത്. എന്തിനാ ധർമ്മം ആകുന്ന കാള ചോദിക്കുന്നു. കച്ചിൽ ഭദ്രേനാമേ മാറ്റമസ്തേച്ഛായാസി പ്രായദേശമുഖേന. നീ എന്തിനെ വിഷമിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ട് നീ വിഷമിക്കണു? പാതിർനൂനം ശോചതി മൈകപാതം ആത്മാനം വാ ഭോക്ഷ്യമാണ്. എൻ്റെ 3 കാലം തല്ലി ഒടിച്ചുകൊണ്ട് ഏകപാതം ആത്മാനം ഒറ്റക്കാലിൽ നിൽക്കുന്ന എന്നെ ഓർത്തോ നീ കരയണത്? അതോ ദേവന്മാർക്കൊന്നും ഇപ്പം എന്തായി? ഈ കടി കാരണം വേണ്ടതൊന്നും കിട്ടാതെ ഉണ്ടായി. വേണ്ട മാതിരി കർമ്മങ്ങൾ ചെയ്യണ്ടേ? അതായത് ഇപ്പൊ സൂര്യന് അതുപോലെ പിതൃക്കൾക്കൊക്കെ തർപ്പണമാണ് പ്രധാനം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അങ്ങനെ തർപ്പണം ചെയ്യണം. ഇത് കിണർത്തമൊക്കെയാണി അല്ലെങ്കിൽ ആ സൂര്യനെ കാണിച്ചുകൊണ്ട് ഗായത്രി ജപിച്ച് തർപ്പണം ഇതൊക്കെ വേണ്ട മാതിരി ചെയ്യണ്ടേ? തർപ്പണാദികള്, ഹോമാദികള്, പൂജാദികള് ഇതൊക്കെ മനസ്സിരുത്തി ചെയ്താലേ ഇതിന് ഫലമുള്ളൂ. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ വെള്ളം പോയി ചോദിച്ചുകൊണ്ട് വെള്ളം പ്രയോജനമുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയായിട്ട് കാണും. പിന്നീട് വെള്ളം നിങ്ങൾക്ക് 4 കുത്തി കുത്തിയിട്ട് അവിടെ കൊണ്ട് കളിച്ചിട്ട് കൊടുത്ത് എന്താ താൻ ചെയ്തത്? എന്താണെന്ന് പൈക്ക് നിശ്ചയില്ല, പിണ്ടിക്ക് നിശ്ചയില്ല. അപ്പം അതേപോലെ കാരണം എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ ആ സഞ്ചാരം പല വഴിക്ക് പോകുന്നു. അത് ഓർത്തിട്ടാണോ? ദേവന്മാർക്കൊന്നും വേണ്ടത് കിട്ടാത്തത് കൊണ്ടാണോ? അതോ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസ്പർശം നീ ഏൽക്കില്ല എന്ന് ഓർത്തിട്ടാണ്? ഇങ്ങനെ പലതും ചോദിക്കുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ അവിടെ ചോദിക്കേണ്ടത്. ഇപ്പോൾ ധരണിയായിരിക്കുന്ന ആ പശു പറയുന്ന വാക്കെന്താണ്? അങ്ങയുടെ കാര്യം മാത്രമല്ല, എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നിൽ നിന്ന് വിട്ടുപോയോ അന്ന് മോൾക്ക് 36 ഗുണങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതെ ഉണ്ടാവും. സത്യം, ശൗചം, ദയാക്ഷാന്തി, ത്യാഗസന്തോഷാർജവം, ക്ഷമോതമത്തവസാജ്ഞം, തീർത്ഥോപരിശ്രുതം, ജ്ഞാനം, വിരക്തി, ഐശ്വര്യം, ശൗര്യം, തേജോബലം, സ്മൃതി, സ്വാതന്ത്ര്യം, കൗശലം, കാന്തി, ധൈര്യം, മാർദ്ദവമേവ ഭാഗഭ്യം, ഭക്ഷണശീലം, സഹ ഓജോബലം, ഭഗ ഗാംഭീര്യം, സ്ഥൈര്യമാസ്തിക്യം, കീർത്തിമാനമനഹംകൃതി, ഏതേ ചാന്യേത ഭഗവൻ നിത്യം യത്ര മഹാഗുണാ. ഇതൊക്കെ ദൈവഗുണങ്ങളെന്ന് പേര് പറയും. 2 തരത്തിലുള്ള ഗുണങ്ങളാണ്, ആസുരി ഗുണങ്ങളും ദൈവീ ഗുണങ്ങളും. ഇതൊക്കെ ആരിലുണ്ടോ അവരിലൊക്കെ ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. സത്യം, ശൗചം, ദയ, ശാന്തി, ത്യാഗ, സന്തോഷ, ആർജവ, ശമ, ദമ, തപ, സാത്മ്യം, തിരിക്ഷോ, ഉപരതിശ്രുതം, ഇങ്ങനെ ഇത്ര ഗുണങ്ങളവിടെ പറയുന്നല്ലേ. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഭഗവാൻ ഈ ഭൂമിയിൽ ഓടി നടന്ന സമയത്ത് ഭഗവാൻ പോയതോടുകൂടി എന്തൊക്കെ പോയി നമ്മളിൽ നിന്ന്? ഈ ഗുണങ്ങളൊക്കെ പോയി. ഇപ്പം സത്യം പറയുമോ? നമ്മൾ സത്യം പറഞ്ഞാൽ സത്യം പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കില്ലേ? നമ്മൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അടികൊള്ളും എന്നുള്ള ഒരു ഉറപ്പാണ്. അതുകൊണ്ടാണ് എല്ലാവരും നുണയിലാണ് ചിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ തട്ടി വിടുക. അപ്പോൾ നുണ പറയാനും നമ്മളിത് ശീലിക്കണമല്ലേ? അത് നമ്മുടെ ദോഷമല്ല, അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കണു. അതേപോലെ തന്നെ ശൗചം എന്ന് പറഞ്ഞാൽ എന്താ? 5 നേരം കുളിക്കണില്ലേ? അതാണ് ശൗചം. അതല്ല, മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും നല്ല ശൗചം. പിന്നെ എന്തില്ല? ദയ. അതെന്താ? നമുക്ക് ദയയില്ല. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനെയും അടക്കാൻ സാധിക്കുക, അതില്ല. ത്യാഗമനസ്ഥയുണ്ടോ? ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതുണ്ടാവില്ല? സന്തോഷം എന്നൊരവസ്ഥയില്ല. വെറുതെ നമ്മൾ ചിരിച്ചുകൊണ്ട് നടക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്നെങ്കിലും
ഉള്ളിൽ നീർക്കൊണ്ടിരിക്കുക അല്ലേ? ഇതല്ലേ നമ്മുടെ അവസ്ഥ. അഗ്നിപർവ്വതം പോലെ നമ്മൾ ഓരോരുത്തരും പുറമിലേക്ക് ഇങ്ങനെ കാണുന്ന പോലെയല്ല, ഉള്ളിലിങ്ങനെ ചുറ്റും നീർക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും. അപ്പോൾ ഇതെല്ലാം വേണ്ടത് എന്താ? ശ്രമമില്ല, ധർമ്മമില്ല, തപസ്സില്ല, സാധ്യമില്ല, തിദിക്ഷയില്ല, ഉപരതിയില്ല, ശ്രുതമില്ല. ഇതൊക്കെ പറയാൻ തീരില്ല. അപ്പോൾ 36 ഗുണങ്ങൾ ഇവിടെ പറഞ്ഞു. എന്നിട്ട് അവസാനം നമുക്ക് എന്തേ ഉള്ളത്? കീർത്തിമാനോ അഹംകൃതി. ഇപ്പോൾ ഉള്ളതെന്താ? അഹംകൃതി, അഹങ്കാരം മാത്രം നമുക്ക് കൂടുതൽ വരണം. ഇതെല്ലാം നമുക്ക് നല്ലതായിട്ട് വന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് വേണ്ടാത്ത ആസുരികത ഉള്ളിൽ കയറി വന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? അത് വന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ദുഃഖം. എപ്പോൾ ഭഗവാൻ പോയോ ജനങ്ങളെല്ലാം ഈ ആസുരി വൃത്തിയിലേക്ക് പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ ഭൂമി ദേവിക്ക് ദുഃഖം. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കടന്നു വന്നതായിരിക്കുന്ന പരീക്ഷത്തിനെ പറയുകയാണ് 17ാമത്തെ അധ്യായത്തില്. തത്രഗോ മിഥുനം രാജ അന്യമാനമഥ അനാഥവത് ദണ്ഡഹസ്തം ച വൃക്ഷളം ദൃശേ നിപലാഞ്ജനം. അവിടെ കണ്ടു അത്ര ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളയുടെ 4ാമത്തെ കാല് തല്ലി ഒടിക്കാൻ നിൽക്കുന്ന ദണ്ഡഹസ്തം ച വൃക്ഷളം, നല്ലൊരു ദണ്ഡം, നല്ലൊരു വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ദൃശേ നിപലാഞ്ജനം, നല്ലൊരു രാജാവിൻ്റെ രൂപത്തിലാണ് കൈ നിൽക്കുന്നത് എന്നാണ്. അത് മാത്രമല്ല മേഹന്തം യുവവിഭ്യനം, പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കാള. അതേപോലെ തന്നെ ആ കരഞ്ഞുകൊണ്ട് ഉള്ളിൽ തിന്നാൻ പോലും വയ്യാതെ കണ്ട് നിൽക്കുന്ന ഗാംശ ധർമ്മദുഃഖം ദീനം പുരുഷം ശൂദ്രപദാഹതം. ഇത് കണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ പശുവിനെയും കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടു. ഇത് കേട്ടതോടുകൂടി രാജാവിന് മനസ്സിലായി ഈ ഭൂമിയിൽ നിന്ന് ധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യണം. ആര്? ഈ കലി എന്ന് മനസ്സിലാക്കി. ആ കലിയോട് പിന്നെ പറയുന്ന വാക്കാണ് ഇവിടെ. ഞാൻ ആരാണെന്ന് തനിക്കറിയുന്നത്. തേ ഗുണാകേശോധരാണാഞ്ജലി പോയി ഭയമസ്തിക്കും ചെയ്ത് എന്തെന്നില്ലാത്ത വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ എന്താണെന്നറിയോ? അതിൻ്റെ താല്പര്യം പറഞ്ഞു പറയാൻ മതിയോ? അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യം 16ാമത്തെ അധ്യായം ആദ്യം പറഞ്ഞത്. മഹിം മഹാഭാഗവത. ഞാൻ ഈ ഭൂമിയെ മുഴുവൻ പരിപാലിക്കുന്ന ചക്രവർത്തിയാണ്. ഞാനുണ്ടല്ലോ ഇവിടെ ഭരിക്കാൻ, പിന്നെ നീ എന്തിനാണ്? അതാണ് അഹങ്കാരം അല്ലേ? ഈ അഹങ്കാരമാണ് അവസാനം പറഞ്ഞില്ലേ, അഹംകൃതി. നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ അഹങ്കാരമാണ് നമുക്ക് എല്ലാ ദോഷം ഉണ്ടാക്കുക. ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് ആ ചിന്ത വരണം നമുക്ക് എപ്പോഴും. ഇപ്പോൾ രാജാവ് ആരാണ്? ഭഗവാനെ കണ്ട ആളാണ് അല്ലേ? അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധകനാണ്. എന്നിട്ടും ഉള്ളിൽ നിന്ന് എന്ത് പോയിട്ടില്ല? അഹങ്കാരം പോയിട്ടില്ല എന്നർത്ഥം. അഹങ്കാരം അങ്ങനെ നിൽക്കുന്നു പർവ്വതം പോലെ. അതിനെ തച്ചടച്ച് കളയുന്ന കാഴ്ചയാണ് അടുത്ത അധ്യായങ്ങളിൽ പറയുക. അപ്പം അദ്ദേഹത്തിന് ആ അഹങ്കാരം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടി എന്തിനാണ് ഈ രാജ്യം ഭരിക്കുന്നത്? ഞാനുണ്ടല്ലോ ഇവിടെ എന്നാണ്. അപ്പോൾ കലി പറഞ്ഞു, എത്ര പ്രജനവത്സ്യാമി സർവഭൗമം തവ ആജ്ഞയാ ലക്ഷേ തത്രാപി ത്വാമാർത്തേഷു ശരാസനം തന്മേ ധർമ്മഭൃതാം ശ്രേഷ്ഠാസ്ഥാനം നിർദ്ദേശിച്ചതി എത്രൈവ നിയതോ വത്സ്യ ആതിഷ്ഠം തേ അനുശാസനം. കലി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഹേ സാർവഭൗമെന്നാണ് വിളിക്കുന്നത് തന്നെ. അവരുടെ അങ്ങയുടെ ആജ്ഞയെ ഞാൻ ശിരസാ വഹിക്കുന്നു. പക്ഷേ ഇത് എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഒരനുഗ്രഹമല്ലേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വരൂപം മറച്ചോ അന്ന് തുടങ്ങി എൻ്റെ യുഗമാണ്. ഇപ്പം ശ്രീകൃഷ്ണ യുഗമല്ല, കലിയുടെ യുഗമാണ്, എൻ്റെ യുഗമാണ്. അതുകൊണ്ട് ധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാം, അത് എൻ്റെ ഡ്യൂട്ടിയാണ്. ആര് ധർമ്മവാനാണെന്ന് പറഞ്ഞു കിടക്കണ്ടോ അവരെ കൊണ്ട് ആദ്യം വേണ്ടാന്ന് ചെയ്യില്ല. അതെൻ്റെ സ്വഭാവമാണ്. അപ്പം നമ്മളൊക്കെ എത്ര നല്ലവനാണെങ്കിലും തെറ്റിലേക്ക് പോകണം. എന്തുകൊണ്ടാണ്? നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, കലി നമ്മളെ കൊണ്ട് തെറ്റായ വഴി കൂടി കൊണ്ടുപോകും. നഷ്ടദൃഷ്ടി എന്ന് ഭാഗം ഒരു പേര് പറയും. നഷ്ടദൃഷ്ടി. വേണ്ട മാതിരി ദൃഷ്ടി കണ്ണ് കാണാതെ ഉണ്ടാവുക അല്ലേ? ഈ കണ്ണല്ല, അല്ലാണ്ടൊരു കണ്ണുണ്ട് നമുക്ക്. വേണ്ടത് കാണേണ്ട കണ്ണ് അല്ലേ? ആ കണ്ണില്ലാതെ ഉണ്ടായിത്തീരുന്നു, ശ്രദ്ധയില്ലാതെ ഉണ്ടായിത്തീരുന്നു. അത് കലിയുടെ ദോഷമാണെന്ന് പറയാം. എന്തായാലും ആ കലി വന്ന് അതുകൊണ്ട് എനിക്ക് ശ്രേഷ്ഠ സ്ഥാനം നിർദ്ദേശിച്ചു. എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനങ്ങൾ നിർദ്ദേശിച്ചു തന്നു. എന്നാൽ പിന്നെ ഞാൻ അവിടുത്താണ് ഒതുങ്ങി കൂടിക്കോളാം. ഇപ്പോൾ ഞാൻ ഓടി നടക്കണ്ടല്ലോ, എവിടെയും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സ്ഥലമിരിക്കാൻ നമുക്ക് സമാധാനമായില്ലേ? നിങ്ങൾ ഓടി നടന്നാൽ എന്താ സുഖമുള്ളത്? ഭാഗവതം ഇങ്ങനെ ചുറ്റും നടന്നാൽ അവിടെ സുഖം ഉണ്ടാവുമോ? എവിടെയും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയാലോ? അതൊരു സുഖമാണ്.
അതേപോലെ കലിയും പറഞ്ഞു, എവിടെയെങ്കിലും നല്ലൊരു സ്വസ്ഥമായ സ്ഥാനം, ശ്രേഷ്ഠമായ സ്ഥാനം എനിക്ക് കൽപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞു. ഇതങ്ങനെ കേട്ടപ്പോൾ സന്തോഷമായി. സൂതം പറയാണ്, ഭൂതം പാനം ശ്രിയാസൂന. ആ 4 സ്ഥാനങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തു. ദ്യൂതം, എവിടെയാണോ ചൂതുകളി നടക്കുന്നത്, എവിടെയാണോ മദ്യപാനമുള്ളത്, എവിടെയാണോ ദുഷിച്ചതായിരിക്കുന്ന സ്ത്രീജനങ്ങളുള്ളത്, എവിടെയാണോ സൂനാഹ ജന്തുഹിംസ നടക്കുന്നത്, ഈ 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഇത് നമ്മൾ കാണുന്നതെല്ലാം ഇതല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ച് പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാൽ മൊബൈലൊക്കെ നോക്കി അതെ കാണാം. സങ്കടം ഒരു ഇല്ലാത്ത 2 വയസ്സായ കുട്ടിയാണ് അത്ര പാടുന്നത്. എന്നിട്ട് അതിൻ്റെ രാഗം പറയാൻ വേറെ കുറേ കള്ളന്മാർ മുമ്പിലിരിക്കുന്നു. എന്നിട്ട് അവർ ഇന്നിട്ട് അത് തെറ്റിപ്പോയി, ഇത് തെറ്റിപ്പോയി, അത് അങ്ങനെ എടുക്കണം നോക്കിയാണ് കുഞ്ഞിനോടെ അവനവിടെ കിടക്കുന്നു, ഇയാൾ ഒരു കൊച്ചു കുഞ്ഞവിടെ കിടക്കുന്നു. ഇത് കണ്ടിട്ട് കുഞ്ഞ് തോറ്റു പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക. ഇതല്ലേ ചൂത് കളി എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ചാനൽക്കാരും ഈ ജഡ്ജസ്മാരും ഒക്കെ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നു അല്ലേ. കുഞ്ഞ് കിടന്ന് എത്രയോ വിഷമിക്കുന്നു. കുഞ്ഞിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. അതേപോലെയാണ് കുഞ്ഞിനെ കൊണ്ട് ചെയ്യുന്നത്. ഇത് തന്നെ ജീവിതം. പാനം എന്ന് പറഞ്ഞാൽ മദ്യപാനം ഇല്ലാതെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എവിടെയും ആൺകുറത്തിൽ കൂടി വെള്ളം കിട്ടിയ അവിടെ വരെ എത്തി. എവിടം വരെ ഉണ്ട് എന്ന് വെച്ചാൽ എവിടെയും അതുണ്ട്. സ്ത്രീയ, ദുഷിച്ചതായിരിക്കുന്ന സ്ത്രീജനങ്ങൾ അത് കൂടി വരികയാണ്. വസ്ത്രം കുറഞ്ഞിട്ട് എന്തായി മതി, അതിൻ്റെ താഴെ മാത്രമേ വസ്ത്രം ഉൾപ്പെട്ട് അവർക്ക് അങ്ങനെ ഇല്ലാത്ത ഇത് കാണിച്ചുകൊണ്ട് കിടക്കുകയാണ്. കുട്ടികളുടെയൊക്കെ ഓരോ രൂപം നമ്മൾ കണ്ടാൽ അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങണം. ഇതൊക്കെ ഇതൊന്നും ആവശ്യമില്ല, കൈ കാലൊന്നും വേണ്ട, അതൊന്നും ഇല്ലാണ്ട് കുഞ്ഞു കാണിക്കുന്ന നടക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ കൈ തോന്നിക്കുകയാണ്. അത്ര വസ്ത്രം കുറഞ്ഞിട്ട് എന്താ നിക്കറിലാണ് കുട്ടികളൊക്കെ നടക്കണം. നിക്കറുണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ അതേപോലെ ഓരോന്നും ആദ്യം വരുന്നില്ലേ, അത് മാത്രമാണ്. പിന്നെ സുനാഹ, എവിടെ നോക്കിയാലും കോഴിക്കടയാണ് മുഴുവൻ. എത്രയാ ഇല്ലാത്തതും ചോദിക്കേണ്ട, എന്തിനും അത് മാത്രവും. അപ്പം അതുകൊണ്ട് അതും നിർത്തിയില്ലാതെയുണ്ടായി. ഈ 4 സ്ഥാനം പോരാ, പിന്നെ എന്ത് വേണം? എവിടെയാണോ സമ്പത്തുണ്ടാവുന്നത്, ജാതരൂപം അതായിട്ടുള്ളൂ. എവിടെയാണോ സമ്പത്തുള്ളത് അവിടെയും സ്ഥാനം വേണം. 4 സ്ഥാനങ്ങൾ കൊടുത്തു. രാജാവ് വിചാരിച്ചു ഈ 5 സ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കും കഴിയുന്ന വിചാരിച്ചു. പക്ഷെ കലി പറഞ്ഞു, എന്നെ ഒതുക്കാൻ ഭഗവാൻ അല്ലാതെ കൊണ്ട് മറ്റൊരാൾക്കും സാധിക്കില്ല. ആരുടെ ഹൃദയത്തിലാണോ ഭഗവാനുള്ളത് അവിടെ മാത്രമേ എനിക്ക് ബാധിക്കാൻ പറ്റാതെ കൊണ്ടുള്ളൂ. ബാക്കി എല്ലാവരെയും ഞാൻ ബാധിക്കുന്നതാണ്. മഹാരാജാവിൻ്റെ മനസ്സിൽ പരിപൂർണമായിട്ട് ഈശ്വരചിന്ത വന്നിട്ടില്ലാന്ന് മനസ്സിലായി. ആ മഹാരാജാവിനെ തന്നെ കലി ബാധിച്ചു. 18ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അദ്ദേഹത്തിന് തൻ്റെ കൊട്ടാരത്തിൽ 8 നിമിഷം തന്നെ കലി ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ പിന്നെ ഒന്ന് നായാട്ടിന് പോയാലോ എന്ന് തോന്നി. അത്ര നായാട്ടുമുണ്ട്, അതേപോലെ തന്നെ മൃഗയാടുമുണ്ട്. 2 കാര്യങ്ങളാണ് അറിയാം. രാജാവിന് പറഞ്ഞിട്ടുള്ളതാണ് ഈ 2. അപ്പോൾ മൃഗയാമെന്ന് പറഞ്ഞാൽ എന്താ, മൃഗങ്ങളെ ഇങ്ങനെ അമ്പ് ചെയ്യുക. അപ്പോൾ മൃഗങ്ങൾ അമ്പ് കൊണ്ട് ഇങ്ങനെ കിടഞ്ഞ് മരിക്കണം കാണാൻ ഒരു സന്തോഷം. അതൊരു സന്തോഷം. വൈകുന്നേരമൊക്കെ നമ്മൾ പാർക്കിലൊക്കെ പോയി ഇരിക്കുന്ന സിനിമയൊക്കെ കാണുന്നത് പോലെ, ക്യാരംസൊക്കെ കളിക്കുന്നത് പോലെ ഒരു കളി, അതാണ് മൃഗയാവിനോദം. അത് അവർക്ക് ദോഷമാണ്. നായാട്ടെന്ന് പറഞ്ഞാൽ എന്താ, അതുകൊണ്ട് ദോഷമില്ല. കാരണം ജനങ്ങൾക്ക് ദോഷമായിട്ടിപ്പോൾ കണ്ടുകൂടെ, മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വന്ന് സന്ദേശം കണ്ടുകൊണ്ട് പെൺകുട്ടിയെ കഴിവുണ്ടായതൊക്കെ. അപ്പോൾ ഇതേപോലെയൊക്കെ വരുന്ന സമയത്ത് എന്ത് വേണം, അങ്ങനെയുള്ള മൃഗങ്ങളെ വധിക്കണം. അത് രാജാവിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത് 2 ചെയ്യാം. ഇവിടെ മൃഗയാവിനോദത്തിനല്ല പോലെ നായാട്ടിനാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഇത് മാത്രമല്ല, അദ്ദേഹം ഏകതാ ധനുകൃത്യം വിതരൻ മൃഗയാൻവനെ മുഖാൻ അനുഗ്രഹം. അദ്ദേഹം അങ്ങനെ കാട്ടിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് മൃഗങ്ങളെ വേട്ടയാക്കിയതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ആ ഒരു സങ്കല്പത്തോടു കൂടി പോയില്ലേ, അത് മതിയെന്നാണ്. അതുപോലെ നമുക്ക് ദോഷം ചെയ്യും. സങ്കല്പമാണ് നമുക്ക് ഏറ്റവും ദോഷം ഉണ്ടാക്കാം. ആ സങ്കല്പത്തോടു കൂടി അദ്ദേഹം പോകുന്ന സമയത്താണ് പെട്ടെന്ന് വിശപ്പും ദാഹം വന്ന് നല്ല കാട്ടില് നല്ല ആ നദി മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. കൗശികി നദി തെളിനീരായിട്ട് ഒഴുകുന്നുണ്ട്. കാട്ടാറിലെ വെള്ളം കുടിക്കാം, കായികനികൾ സൃഷ്ടിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നല്ല തോന്നിയത്. അവിടെ കണ്ടതായിരുന്നു ശമീകൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എത്ര എനിക്ക് ആഹാരം തരുമോ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ആരാണ്? ഞാൻ ചക്രവർത്തിയാണ്. അവിടെയാണ് ദേഹാഭിമാനം. ആ ദേഹാഭിമാനമാണ് അദ്ദേഹത്തിനെ എവിടെ കൊണ്ടെത്തിച്ചത്. സത്സംഗത്തിന് അവസരം കിട്ടിയിട്ടും
അതിനേക്കല്ല മനസ്സ് പോയത്. പിന്നെയോ തോന്നിയതെല്ലാം എൻ്റെ ശരീരം നിലനിർത്താൻ വേണ്ടത് എൻ്റെ പ്രജയല്ലേ ഈ ശമീകൻ. ആ ചിന്ത വന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ആ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ കാണുമ്പോൾ വീണ്ടും നമസ്കരിക്കണ്ടേന്ന് പകരം എൻ്റെ പ്രജയല്ലേ താൻ, അപ്പോൾ എന്നെ കണ്ടാൽ എഴുന്നേറ്റ് വന്ന് ആദരിക്കണ്ടേ, എനിക്ക് വേണ്ടത് തരേണ്ടതല്ലേ എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. മുറി ഇതൊന്നും അറിയാതെ കൊണ്ടിരിക്കുന്നു. ഇതാണ് ഭഗവാന്റെ നിശ്ചയം. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാന്ന് അറിയില്ലേ? ഭഗവാൻ ഇങ്ങനെയാണ് പാകപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ശിക്ഷ കൊടുത്തിട്ടാണ്, ശിക്ഷണത്തിൽ കൂടിയാണ് നമ്മുടെ മനസ്സിനെയൊക്കെ നേരെയാക്കിയിരിക്കുക. അല്ലാതെ കണ്ട് പെട്ടെന്നൊരു കാലത്ത് ഉപദേശം കേട്ടാലൊന്നും നമ്മൾ നേരെയാവില്ല. ഉപദേശം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? വലിയൊരു ആപത്ത് വരണം, നാം മുമ്പാലെ വരണം എന്ന് അറിയണം. അതറിയാത്തടത്തോളം ഞാൻ ചക്രവർത്തിയാവും. ഞാനത് അറിഞ്ഞാലോ, അടുത്ത നിമിഷം എനിക്ക് മരണമെന്ന് അറിഞ്ഞാലോ എൻ്റെ ജാതിയും മതവും സകലതും പോയി കിട്ടും അല്ലേ? നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് മുനി അനങ്ങാണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പാമ്പിൻ്റെ ജഡമെടുത്ത് കഴുത്തിലണിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പോവുകയും ചെയ്തു. കടി അത്രയൊക്കെ കേട്ടിട്ട് പോയപ്പോൾ ആ ശമീകന്റെ പുത്രൻ ഇത് കണ്ട നിമിഷം അദ്ദേഹം ഒന്ന് അനുഗ്രഹിക്കുമെന്ന് ശപിച്ചു എന്ന് പറയാൻ വയ്യ. ശൃംഗിന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല, പക്ഷെ മഹാഭാരതത്തിൽ പറയുന്നത് ശൃംഗി എന്ന മുനികുമാരൻ. ഇവിടെ മുനികുമാരന് മാത്രമേ പറഞ്ഞുള്ളൂ. മഹാഭാരതത്തിലാണ് ആ കുട്ടിയുടെ പേര് പറഞ്ഞത്, ശൃംഗി എന്ന പേര് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് അനുഗ്രഹിക്കുമെന്ന് പറയാൻ പാടില്ല, ശപിച്ചു എന്ന് പറയാൻ പാടില്ല. ശപിക്കണമൊക്കെ നമ്മളെ പോലെ വിവരമില്ലാത്തവരാണ്. അപ്പോൾ സജ്ജനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ശപിക്കില്ല അല്ലേ? അവർക്കറിയാം. അദ്ദേഹത്തിന് അനുഗ്രഹിക്കുന്നത് എന്താ? മഹാരാജൻ ഇന്നെ കേറാൻ ദിവസം കർഷക ദംശനം എടുക്കാൻ വഴിയുണ്ട് എന്ന് അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇനി എന്ത് വേണം? 7 ദിവസം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തോളൂ എന്നാണ് ആ വാക്കിനർത്ഥം. ഇത് കേട്ടതോടുകൂടി മഹാരാജാവിന് വിവരം ലഭിച്ചതോടുകൂടി ആ നിമിഷം തന്നെ ശരീരം, കളത്രം, സുഖം, ബന്ധുവക്രങ്ങൾ, യസ്യന്ധനം എല്ലാം ഉപേക്ഷിക്കുന്നതാണ്. ഇതൊക്കെ ഭാഗവതം നമുക്ക് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് ഈ ചിന്ത നമുക്ക് എപ്പോൾ വരണോ? എനിക്ക് മരണം മുമ്പാലെ വരേണ്ടതെന്ന് അറിഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും ഒരു വിരക്തി വരുള്ളൂ. ഇപ്പം നമുക്ക് എന്താ വിരക്തി വരാത്തത്? 90 വയസ്സായാലും നമുക്ക് മോഹം എന്താണെന്നറിയോ? എന്നിട്ട് വേണം 90ാമത്തെ നവതി വേണം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ. നല്ല ശബ്ദം കഴിക്കണം. 3 കൂട്ടം പായസം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. നാവിനെ ജയിക്കാൻ സാധിച്ചിട്ടില്ല, മനസ്സിനെ ജയിച്ചിട്ടില്ല അല്ലേ? നല്ല വസ്ത്രം അണിയാൻ മോഹം, ആഭരണങ്ങൾ അണിയാൻ മോഹം, എന്തെല്ലാം മോഹങ്ങളാണെന്ന് ആലോചിച്ചോളൂ. 100 വയസ്സായ 90 വയസ്സായ ആൾക്കോ 100 വയസ്സായ ആൾക്കോ വല്ല മോഹത്തിന് വല്ല കുറവുണ്ടോ അല്ലേ? കൂടി വരികയാണ്. 100ാം വയസ്സിലും മോഹം കൂടണമെന്നല്ലാതെ കൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിൽ മോഹിച്ചു എന്ന് വിചാരിക്കാം. ഇത്രയും പ്രായമായിട്ട് ഇനി മോഹങ്ങളെ വരികേണ്ടതല്ല എന്ന് ചോദിച്ചാൽ അപ്പോഴും മോഹം വരികയല്ല, പിന്നെയോ വീണ്ടും 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 മോഹങ്ങൾ കൂടി വരുന്നു. ആശാപാശത്തിൽ നിന്ന് പിടിവിടാതെ കണ്ട് അതിൽ തൂങ്ങിക്കിടക്കുന്ന ആളെ കാണിച്ചു തരിക. അതുകൊണ്ട് എന്തുണ്ടായി? ആ പരീക്ഷത്തിന് ഇവിടെ കാണിച്ചു തരികയാണ്. ആ പരീക്ഷയ്ക്ക് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഗംഗാതീരത്തിലേക്ക് വന്നു. ഗംഗാതീരത്തിലേക്ക് വന്നു മാത്രമല്ല, കൃഷ്ണാൻസേവ മധുമന്യമാന ഉപാവിശൽ പ്രായമത്യ. ആ ഗംഗാനദി തീരത്തേക്ക് ഓടി വന്നു. അദ്ദേഹം ഭാഗവപ്രവേശം ചെയ്തു. കിഴക്കോട്ട് ദർഭപ്പുള്ളി വിരിച്ച് വടക്കോട്ട് നോക്കി ഗംഗയിലേക്ക് നോക്കി ഇരിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് ഋഷിമാര് അവിടെ വന്നു സത്സംഗത്തിന് റെഡിയായിക്കൊണ്ട്. പക്ഷേ അവരോടൊക്കെ ചോദിച്ചത് എന്താ? അദ്ദേഹം ദശത്വലങ്കായ വിഷ്ണുഗാഥ 19ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, എനിക്ക് കണ്ണൻ്റെ കഥ പറഞ്ഞു തരും നിങ്ങളാരെങ്കിലും. അവർ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ പിന്നെ എന്ത് വേണം? ഒരു ഉത്തമ ശ്ലോക ഗുണമാണ് പറഞ്ഞണം. ഭഗവാന്റെ കഥകൾ പാടാം, നാമം ജപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഋഷിമാരെല്ലാം ആയിരക്കണക്കിന് ഋഷിമാരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള ആ മഹാമന്ത്രം അങ്ങനെ ഉയർന്നു വന്നപ്പോഴേക്കും തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര മണമാനോനപേക്ഷ അലക്ഷലിംഗോ നിജലാപുഷ്ട വൃതശ്ചബാലൈ അവധൂതവേഷ മാലയും പീലിയും ഗോപിയും ചാർത്താതെ കാലിൽ ചീലമ്പൂക്കളിട്ടേടാതെ മന്ദസ്മിതാർദ്രവദന കമലനായി മന്ദം നടപ്പോരു ബാലയോഗി. 16 വയസ്സ് പ്രായം, നല്ല ശ്യാമളനഖം, നല്ല നീണ്ടിടപ്പെട്ട കൈകൾ, നീണ്ടുള്ളതായി നല്ല കൈകാലുകൾ, കഴിച്ചിട്ട കേശഭാരം, അങ്ങനെ മനോഹരമായിട്ടുള്ള നിഗന്ധനായിട്ടുള്ള രൂപത്തിലുള്ള
മഹാദേവൻ ശ്രീശുകൻ എന്ന പേരിൽ വർദ്ധിച്ചു. ആ ഭഗവാന്റെ പാദങ്ങളെ നമിച്ചുകൊണ്ട് ശ്രോതവ്യം സ്വോചക്യം, ആരെയാണ് കീർത്തിക്കേണ്ടത്, ആരെയാണ് ജപിക്കേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, ആരെയാണ് സ്മരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു മരണാസന്നനായിരിക്കുന്ന ഒരാൾ അല്ലേ? ഈ ചോദിച്ചോടുകൂടി ശ്രീശുഖബ്രഹ്മർഷിക്ക് സന്തോഷമായി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ പരീക്ഷത്തിനെ ഭാഗവതമാകുന്ന മഹാസമുദ്രത്തിലേക്ക് കൊണ്ടുപോവാണ്. രണ്ടാമത്തെ സ്പന്ദനത്തിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ അനുസ്മരിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ